പ്രിയപ്പെട്ട MA അറബിക് വിദ്യാർത്ഥികളെ, ചില കീവേഡ്സുകളാണ് ഇനി നാം പരിചയപ്പെടുന്നത്. അൽ ജാഹിലിയ. നമ്മൾ പറഞ്ഞല്ലോ, ജാഹിലിയ എന്ന് പറഞ്ഞാൽ അജ്ഞാനകാലം, അധർമ്മങ്ങളുടെ കാലഘട്ടം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വ ലഭിക്കുന്നതിന് മുമ്പുള്ള ഒരു 150 വർഷക്കാലം. നസ്റു എന്ന് പറഞ്ഞാൽ ഗദ്യമാണ്. അൽ ഖിതാബ, വാചോടോപം. ഖിതാബ എന്നൊക്കെ പറഞ്ഞാൽ പ്രസംഗം, വാചക കസർത്തുകൾ, പ്രഭാഷണങ്ങൾ. അൽ ഹിക്മ, തത്വങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനങ്ങൾ, ജ്ഞാനം എന്നൊക്കെയാണ് ഹിക്മ. അൽ മസൽ, പഴഞ്ചൊല്ല്, ഉപമകൾ. അൽ ഖുർആൻ, അൽ ഹദീസ്. ഇതൊക്കെ ഓരോ കീവേഡ്സുകളാണ്. ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നസ്ർ, ഖിതാബ, ഹിക്മയൊക്കെ, മസലൊക്കെ. പിന്നെ ഖുർആനും ഹദീസും വന്നതോടുകൂടെ ഇസ്ലാമിക അൽ അസ്റുൽ ഇസ്ലാമിയായി മാറി. ചില കീവേഡ്സുകൾ തന്നതാണ്. ഇനി അൽ ഹയാത്തുൽ അറബിയത്തുൽ ജാഹിലിയ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പാരഗ്രാഫിൽ മൊത്തമായി പറയുന്ന വിഷയങ്ങൾ, അതിൻ്റെ രത്ന ചുരുക്കമാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടു മുന്നേ ചുരുങ്ങിയ രൂപത്തിലൊന്ന് വായിച്ച് മൊത്തത്തിലൊരു ആശയമെന്ന് പറയാം. ഷിബഹുൽ ജസീറത്തുൽ അറബിയ വാസിഅത്തുൽ അർജാ മുംതദ്ദത്തുൽ അൻഹാ. അറേബ്യൻ ഉപദ്വീപ്, അറേബ്യൻ പെനിൻസുല. നമുക്കറിയാം, ഷിബഹുൽ ജസീറത്തുൽ അറബിയ എന്ന് പറയുന്നത് ചുറ്റുഭാഗത്തും 3 ഭാഗം വെള്ളമായി തീരുമ്പോഴാണ്. 4 ഭാഗത്തും വെള്ളമുണ്ടെങ്കിൽ, അതായത് മുഴുവൻ ഭാഗത്തും വെള്ളം ഉണ്ടെങ്കിൽ അതിന് അൽ ജസീറ എന്നാണ് പറയാം. ഷിബുഹുൽ ജസീറ എന്ന് പറയുന്നത് 3 ഭാഗമേ വെള്ളമുള്ളൂ. അപ്പോഴാണ് ഷിബുഹുൽ ജസീറ എന്ന് പറയാം. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇത് ചുറ്റുഭാഗവും എന്താണ്, നീണ്ടു കിടക്കുന്നതാണ്, വിശാലമായ ഭൂമിയാണ് എന്നർത്ഥം. വമിൻ ഹുന തഫാവത്ത മുനാഹുഹാ ബിദറജത്തിൻ കബീറ. ഇതുകൊണ്ട് തന്നെ അവിടുത്തെ ക്ലൈമറ്റ് വ്യത്യാസപ്പെടുന്നുണ്ട് വളരെ കൂടുതലായിട്ട്. നമുക്കറിയാം, ആ ഭാഗങ്ങളിൽ ശക്തമായ ചൂടാണ്, ഉഷ്ണാന്തരീക്ഷമാണ് അവിടെയുള്ളത്. വമുഅ്ളമു ശുബ്ഹിൽ ജസീറ സുഹറാ മുഫ്തിറ. അധികവും എന്താണ്, മരുഭൂമിയാണ്, വിജനമായ മരുഭൂമികളാണ്. അല റഗ്മി മിൻ ഇഹാതുതിഹാ ബിൽ മിയാഹി മിൻ ജവാനിബ സലാസ. അതാണ് പറഞ്ഞത്, 3 ഭാഗവും വെള്ളമായിരുന്നിട്ട് പോലും. വതർതഫിഉ വസ്തഹാ ഹൽബത്തുൻ നജിദു ഷാതുറത്തുൽ ജസീറ ഷത്റൈൻ. അതുപോലെ നമുക്കതിൻ്റെ മധ്യഭാഗത്ത് ഒരു ഹൽബത്ത് എന്ന് പറഞ്ഞാൽ വലിയ പാറക്കെട്ട് കാണാൻ കഴിയും. നജിദു ഷാതുറത്തുൽ ജസീറ ഷത്റൈൻ. ഈ ജസീറയെ തന്നെ 2ആക്കി തരംതിരിക്കുന്നതാണത്. ഫഇലൽ ഗർബി മിനൽ ജസീറ മുവാസാത്തിൽ ബഹരിൽ അഹ്മർ തംതദ്ദു സിൽസിലത്തു ജിബാലിൽ ഹിജാസ്. അതുപോലെ ഹിജാസ് എന്ന് പറയുന്ന പർവ്വതം നീണ്ടു കിടക്കുന്നതായിട്ട് കാണാൻ കഴിയും. അൽ ബഹറുൽ അഹ്മർ, ചെങ്കടലിന് നേരെ നീണ്ടു കിടക്കുന്ന ഹിജാസ് എന്ന് പേരുള്ള പർവ്വതം. സുമിയത്ത് ബിദാലിക ലി അന്നഹാ തഹ്ജുസ് ബൈന തിഹാമ ഫിൽ ഗർബ് വ നജിദ് ഫിൽ ശർഖ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് പടിഞ്ഞാറ് ഭാഗത്ത് തിഹാമയുടെയും കിഴക്കു ഭാഗത്ത് നജിദിൻ്റെയും ഇടയിൽ വരുന്നത് കൊണ്ടാണ് ഹിജാസ് ഇത് പേരിട്ടത്. ഹജസ എന്നൊക്കെ പറഞ്ഞാൽ ഹിജാസ് എന്നൊക്കെ പറഞ്ഞത് മറയിട്ടത് എന്നൊക്കെയാണ് അർത്ഥം. വ നതീജത്തിൻ ലിംതിദാദി സിൽസിലത്തി ജിബാലിൽ ഹിജാസ് ബി മുഹാദാത്തി സാഹിലിൽ ഗർബി ഫഖദ് അൽഹാ വസ്തുൽ ജസീറ സഹറ ഖാഹിലൻ യൻദുറു സുഖൂത്തുൽ മത്തർ ഫൗഖഹു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിലൊക്കെ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ മഴ വർഷിക്കുക എന്നുള്ളത് അപൂർവമായ കാര്യമാണ്.
മാത്രമല്ല വതഹബ്ബു അലൽ ജസീറ റിയാഹുൻ തത്തസിം മുഅ്ളമുഹാ ബിൽ ഖസ്വ, അവിടെ കാറ്റടിച്ച് വീശും, പക്ഷേ ഈ കാറ്റ് ഉഷ്ണക്കാറ്റായിരിക്കും, നല്ല ചൂടുള്ള. വലാ സിയമ ഫി ഫസ്ലി ശിതാ ഇല്ലതി യത്റുകുൽ അർള മുജ്ദിബ, വിശേഷിച്ചും ശൈത്യകാലത്ത് അവിടെ ഉണ്ടാവാറുള്ളത് എന്താണ്? ശൈത്യകാലത്ത് പോലും അവിടെ ഉണ്ടാവാറുള്ളത് ശക്തമായ കാറ്റാണ്, ചൂട് കാറ്റാണ്. വയൻ അദിമുൽ മാഉ വൽ കലഉ, വെള്ളവും അതുപോലെ സസ്യങ്ങളൊക്കെ വളരെ കുറയും. വയഹ്ലിക്കു അസ്സർഅ വല്ലർഅ, അസ്സർഉ വല്ലർഉ, ഇതൊക്കെ നശിച്ചു പോകും. അതെന്ന് പറഞ്ഞാൽ കൃഷി, ഇതൊക്കെ അത് ഇല്ലാതെയായിത്തീരും. വലമ്മ കാന അഗ്ലബു ശുബ്ഹുൽ ജസീറ ഖാഹിലൻ കാനത്തിൽ മിയാഹു അസീസത്തൻ ലദൈഹിം ഇലാ ഹദ്ദിൻ കബീർ. ഇങ്ങനെയൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളം ലഭിക്കുക എന്ന് പറയുന്നത്, വെള്ളത്തിൻ്റെ ലബ്ധി, വെള്ളം കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് വലിയ അഭിമാനമുള്ള കാര്യമാണ്. വലിയൊരു വെള്ളം കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ വിലമതിപ്പുള്ളതാണ്, വലിയ മതിപ്പുള്ള കാര്യമാണ്. ഫിഹാ തക്കൂനുൽ ഹയാത്ത്, അതിലൂടെയാണല്ലോ, ആ വെള്ളത്തിലാണ് ജീവൻ്റെ തുടിപ്പുള്ളത്. ചുരുക്കി പറഞ്ഞാൽ വെള്ളം ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇനി അതാ പറയണത്, വൽ ഖബീലത്തുല്ലത്തി തുർസഖു ഖദറ മിനൽ മാഇ തൻഅമു ബിശൈഇൻ മിനൽ ഇസ്തിഖ്റാർ വഖദ് ളുഫിറത് ബഅദുൽ മനാതിഖ് ബിഹാദൽ ഖദർ. മസലൻ, അവിടെ ചില ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ബിലാദുൽ യമൻ, യമൻ എന്താണ്? വെള്ളം ലഭ്യമാകുന്ന സ്ഥലമാണ്. ലത്തി തഹബ്ബു അലൈഹ റിയാഹുൽ മുംതിറ, നല്ല കാറ്റടിച്ച് വീശാറുണ്ട്, നല്ല മഴ ലഭിക്കുന്ന കാറ്റുകൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതേസമയം എല്ലായിടത്തും ഒരുപോലെ അല്ല എന്നർത്ഥം. യമനിലൊക്കെ മഴ ലഭ്യമാവാറുണ്ട്. അമ്മ സ്വഹാറല്ലത്തി തത്തസിം ബിൽ ജഫാഫ് ഫഇന്നഹാ ലം തുഹറം അഹ്യാനം മിനൽ മത്തർ الذي يتتبعه الرعاة حيث ينبت الكلأ الذي تعمه مواشيه. ചില സമയത്ത് മഴ ലഭ്യമാവാറുണ്ട്. അതിൽ അവരുടെ മൃഗങ്ങളൊക്കെ, അവർക്ക് സസ്യങ്ങളൊക്കെ മുളച്ച് മൃഗങ്ങൾക്കൊക്കെ അത് വലിയ ഉപകാരമായി മാറും, അത് ഉപകരിക്കാറുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ആകത്തുക പറഞ്ഞത് മഴ കിട്ടാറില്ല, അവിടെ ശക്തമായ ചൂടാണ്, പർവ്വതങ്ങളെ കൊണ്ട് ചുറ്റപ്പെട്ടതാണ്. അറേബ്യൻ പെനിൻസുലയെ പറ്റിയാണ് പറയുന്നത്. അവിടുത്തെ ജോഗ്രാഫിയ, ഭൂമിശാസ്ത്രം. അൽ ജസീറത്തുൽ അറബിയ മുഅ്ളമുഹാ സ്വഹറാ, അതിനധിക ഭാഗവും മരുഭൂമിയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റോടുകൂടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. ജോഗ്രാഫിയ അൽ ജസീറത്തുൽ അറബിയ മുഅ്ളമുഹാ സ്വഹറാ. ഇൻഷാ അല്ലാഹ്.